ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് കണ്ട വെള്ളമൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്ത് കാണുന്നത്. കാറൊക്കെ മൊത്തം വെള്ളത്തിലാണ് ഉള്ളത്. ഉള്ളത് പാർക്ക് ചെയ്ത വണ്ടിയൊക്കെ വെള്ളത്തിലാണ്. ഇതാണ് ഇന്നലെ ബ്ലോക്കായി എന്ന് പറഞ്ഞ സ്ഥലം, മെയിൻ സ്ഥലം. ഇതിവിടെ എങ്ങനെ പോകുന്നറിയില്ല, മൊത്തം ഈ വെള്ളത്തിൻ്റെ കൂടെ കല്ല്, വലിയ കല്ലുകൾ പോകുന്നതാണ്. ഇതൊരു കാറ് ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് ഇന്നലെ താഴെ കാറ് പോയിട്ടുണ്ടായിരുന്നു. ആ കാറ് ഞാൻ കാണിച്ചു തരാം. അതിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ കാർ ഇന്നലെ താഴെ വീണിട്ടുണ്ടായിരുന്നു ഒഴുകിയിട്ട്. നമ്മളവിടുത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മണ്ണൊക്കെ നീക്കം ചെയ്ത് അവിടെ തന്നെ നമ്മൾ ബൈ പറഞ്ഞ് നിർത്തിയാണ്. ഇനി റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റില്ല, മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ചോദിച്ചിട്ട്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും നല്ലോണം തെളിഞ്ഞു തുടങ്ങി. നമ്മളിപ്പം രാംനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയിലാണ് ഉള്ളത്, ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വഴിയിലെ കാഴ്ച പറഞ്ഞാൽ രക്ഷയില്ലാത്ത സീനറി ആയിരുന്നു. മഞ്ഞും നമ്മുടെ വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട്. സംഭവമാണ് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ക്യാമറ എടുത്തു. കാരണം ഷൂട്ട് ചെയ്യാണ്ട് പോകുന്നത് മിസ് ചെയ്താൽ വല്ലാത്ത നഷ്ടമായിരിക്കും വെച്ചിട്ട് നമ്മൾ വീണ്ടും ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വിഷ്വലിൽ ഒന്ന് കണ്ടു നോക്കും. ക്യാമറ പുറത്തെടുത്തത് നന്നായി. എത്ര നല്ലൊരു കാഴ്ചയാന്ന് നോക്കിയേ. സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. ആ മലയൊക്കെ നോക്കറാ, എത്ര ദൂരം വരെയാണെന്ന് നോക്കിയേ. അടിപൊളി സീൻ തന്നെ. സുഖം, നമ്മള് 3 ദിവസത്തിന് ശേഷം വെയിൽ കാണുന്നു കേട്ടാ. ഒരു സമാധാനമുണ്ട്. അവിടെ എത്തുന്നില്ല ഒരു പ്രതീക്ഷ. ഇത്ര നേരം അതുണ്ടായിരുന്നില്ലേ, ആ ഒരു തെളിച്ചതും എന്റെ മുഖത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ. അപ്പൊ വെയിൽ കാണുന്നു. ഇത് രാംനഗർക്ക് എത്രയുണ്ട്? 20-25 കിലോമീറ്റർ കഴിഞ്ഞാൽ രാംനഗർ എത്തും. നമുക്ക് എന്തായാലും ഇന്ന് റൂർക്കിക്ക് എന്തായാലും പോകാൻ വേണ്ടി പറ്റില്ല, 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാശിപ്പൂർ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയായിരിക്കും സ്റ്റേ. ഇത് ഞാൻ പറഞ്ഞ ജിങ്കോർപ്പിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ റൂട്ടിൽ വരേണ്ടി വന്നത്. ജിങ്കോർപ്പിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇപ്പം പോകുന്ന വഴിക്ക് കാട്ടിലേക്കൂടെയുള്ള യാത്രയാണ്. ചിലപ്പോൾ ആനയോ പുലിയോ കടുവയോ എന്തൊക്കെ ഉണ്ടെങ്കിൽ
പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നേ പിന്നെ ഒരു ടൈഗർ പാർക്ക് ഉണ്ട്. അത് 30 കിലോമീറ്റർ ദൂരെയാണ്. നമ്മളെന്തായാലും പോകുന്നില്ല, കാരണം നമ്മൾ ആ ഒരു മൂഡ് പോയി. എന്തായാലും ഇനി ഒരു പേര് കൂടെ വരേണ്ടി വരും ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അന്നേരം ഇൻഡോർ ബിറ്റ് കവർ ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം നമ്മളൊരു സ്ഥലത്ത് നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് വിടുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മളെന്തായാലും ആ ഒരു സ്ഥലത്തേക്കായിട്ട് തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും വരും. അത് ശരീരം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കെങ്കിലും വരും. ഓക്കെ, അപ്പോൾ ഈ വരുവാ വരണ്ട, അതാ നല്ല. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഏതായാലും രാംനഗർ എത്താനായി അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എത്തുന്നു. ഇനി അധികം ബെൻഡൊന്നുമില്ല, കുറച്ച് നല്ല സേഫായ റോഡാണ്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പെട്ടെന്ന് എത്തുമായിരിക്കും. ഏതായാലും മഴയില്ല, പിന്നെ വെയിലും കണ്ടു തുടങ്ങി, അതൊരു സമാധാനം. സമയം ഇപ്പം 4:30 എന്തായാലും 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ വേറെ സ്ഥലത്താ വെള്ളം ക്രോസ് ആകുന്നുണ്ട്, കല്ലെല്ലില്ലാന്ന് ശ്രദ്ധിച്ചിട്ടേ പോകാം. അത് കുത്തി ഒഴുകി പോകാം. ഫസ്റ്റിലെ വെള്ളം കണ്ടില്ലേ, കല്ലെല്ലാം ഒഴുകി വരുന്നില്ല. ഇനി കുറച്ചുകൂടെ സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ പാറക്കല്ല് ഇതിനെക്കാട്ടി വെള്ളമായിരിക്കും വരും. ജസ്റ്റ് മിസ് കുത്തി ഒഴുകി പോകുന്ന മുകളിലൊന്ന് മഴ വരുന്നുണ്ട് തോന്നുന്നു. അതാ ഈ വെള്ളം ഇങ്ങനെ പോകുന്നത്. അയ്യോ കഷ്ടം തന്നെ. എന്താ മോനെ സംഭവം. ഇതാണ് ഇന്നലെ ബ്ലോക്കായി എന്ന് പറഞ്ഞ സ്ഥലം, മെയിൻ സ്ഥലം. ഇതിവിടെ എങ്ങനെ പോകുന്നറിയില്ല, മൊത്തം ഈ വെള്ളത്തിൻ്റെ കൂടെ കല്ല്, വലിയ കല്ലുകൾ പോകുന്ന. ഇതൊരു കാറ് ക്രോസ് ചെയ്യുന്നു. സമ്മതിക്കണം, നമ്മൾ ബൈക്കവിടെ സ്റ്റോപ്പാക്കിയില്ല. ഇത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഭയങ്കര ഫോഴ്സാണ് കേട്ടാ, എങ്ങനെ ക്രോസ് ചെയ്യുന്ന അറിയില്ല. കാറ് പോകുന്നത്, പക്ഷെ ബൈക്ക് നമുക്ക് എന്തൊരു പേടി, കല്ല് വരുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത് മെയിനായിട്ട്. അപ്പോൾ അത് എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടായില്ല. അപ്പോൾ വന്ന് അവസാനം കണ്ടെത്തി. അപ്പോൾ ഇവിടെയാണ് ഈ സംഭവം. ഇതാ ഇതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ ഒന്നിച്ച് ഈ കല്ലൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് മുകളിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. കുറച്ച് റിസ്ക്കാണ്. ഇതൊരു കാറ് വരുന്നുണ്ട്, ഇവരെങ്ങനെയാണ് പോകുന്നു നോക്കും. ഇന്നലെ ഇതിലും നല്ല വെള്ളമായിരുന്നു. ഇന്നലെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, ഭയങ്കര ഫോഴ്സിലായിരുന്നു. എന്നിട്ട് ഇന്നലെ താഴെ കാറ് പോയിട്ടുണ്ടായിരുന്നു. ആ കാറ് ഞാൻ കാണിച്ചുതരാം. അതിവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ കാറ് ഇന്നലെ താഴെ വീണിട്ടുണ്ടായിരുന്നു ഒഴുകിയിട്ട്. അതെങ്ങനെയൊക്കെ വണ്ടിയിലൊക്കെ വലിച്ച് കയറ്റി അവർ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം വണ്ടി ഷജീറാണ് ഇത്ര സമയം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ അവിടെ എത്തിയടുത്ത് എങ്ങനെയും പറ്റില്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാനാണ് ഇപ്പം ഡ്രൈവ് ചെയ്തത്. സത്യത്തിൽ പേടിച്ചു പോയി, കാരണം ഇത്രയും ഫോഴ്സിൽ പിന്നെ ഡ്രൈവ് ചെയ്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതാ ഒരു ജംഗിൾ സഫാരീൻ്റെ വണ്ടി വരുന്നുണ്ട്. ഇത്രയും ഫോഴ്സാണ് അത്. കണ്ട അതിൻ്റെ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും. ഷജീറത അതുവഴി മുകളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ഇതിലെ കൂടെ എന്തായാലും വരല നടക്കില്ല. നടന്നിട്ട് ഞാൻ ഒറ്റക്കാണ് വന്നത്, ബാക്കിൽ അവൻ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാൾ വന്നിട്ട് ഇനിയിപ്പം രണ്ടാളും വീണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ക്രോസ് ചെയ്തു. ഇനി പ്രശ്നമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഇനി ക്ലീനാണ്. ഇനി അങ്ങോട്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അവനതാ ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനതിൽ അങ്ങോട്ട് പോവുകയെന്ന്, കാരണം കുറച്ചൊരു അരക്കൈ സഹായം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും. നമ്മളെ ക്രോസ് ചെയ്യാൻ ഷജീറിൻ്റെ സെൻറ്ററിലുള്ള അവനെ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പേടി. അവസാനം ഞാൻ കൈ പിടിക്കാം. നല്ല ഫോഴ്സ് ഉണ്ട്, സ്ലിപ്പായ താഴെയായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ പോകാണ്ട് കുറേ വഴിയിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ റിസ്ക് എടുത്ത് വരുന്ന. ഇല്ലെങ്കിൽ നമ്മൾ രാംനഗർ എത്തൂലായിരുന്നു. അപ്പാ സമാധാനമായ ശരിക്കും അടിയിൽ നിന്ന് ഇങ്ങനെ കാലെങ്ങനെ എടുത്തോണ്ട് പോന്ന്, വലിച്ചോണ്ട് പോന്ന്. അയ്യോ, ഇത് ഇതുവരെ ഇല്ലയിൽ വെച്ച ഏറ്റവും ഒന്നാമത് സ്കാരിയസ്റ്റ് ഇൻസിഡൻ്റ് ആണിത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തത് നന്നായി തോന്നുന്നു. ഇനി ഇതും പോകേണ്ട അവസ്ഥയൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ബൈക്കൊക്കെ ക്രോസ് ഉന്തിയിട്ടൊക്കെയാണ് ക്രോസ് ചെയ്തത്. അയ്യോ, ശരിക്കും പേടിച്ചു കിട്ടാ, ഒന്നും പറയണ്ട. ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് കണ്ട വെള്ളമൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. അതാണ് ഈ ഒരു സ്ഥലത്ത് കാണുന്നത്. കാറൊക്കെ മൊത്തം വെള്ളത്തിലാണ് ഉള്ളത്. ഉള്ളത് പാർക്ക് ചെയ്ത വണ്ടിയൊക്കെ വെള്ളത്തിലാണ്. ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ കാറ് വെള്ളത്തിലാണ്. വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പം അവിടെ അവർ ഇപ്പം കണ്ട ഒരു ചെറിയൊരു സ്ട്രീമിൽ ഫ്ലഡഡ് ആയതാണ്. അതിൻ്റെ ഫ്ലഡിൻ്റെ വെള്ളമാണ് ഇവിടത്തേക്ക് ഇപ്പോൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വീടുണ്ട്, അതൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. ചെറിയ റൂമാണ്, അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് രാവിലെ എണീച്ചിട്ട് പോവും. പിന്നെ പറയാനുള്ളത് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു യാത്ര ചെയ്തത്. കാരണം ഉച്ചക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ കയറിയപ്പോൾ അവർ പറഞ്ഞ വണ്ടിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്ത് പകുതി എത്തുമ്പോൾ തന്നെ അവിടെയൊക്കെ സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. JCBന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മൂവ് ചെയ്ത് ഏകദേശം ഒരു 80 കിലോമീറ്ററോളം രാംനഗറിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഏകദേശം ഒരു 20 കിലോമീറ്റർ കൂടി പിന്നെ രാംനഗറിലേക്ക് ഉള്ള സമയത്താണ് ആ ഒരു പിന്നെ വാട്ടർ ക്രോസിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ കൺമുൻപ് കാണുന്നുണ്ട് വെള്ളത്തിന്റെ കൂടെ ശക്തിയായിട്ട് കല്ലും പാറയൊക്കെ ഒഴുകി പോകുന്നത്. അപ്പോൾ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒഴുകി പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് പിന്നെയും പുറകിലേക്ക് നമുക്ക് എന്താ പറയണ്ട 60 കിലോമീറ്റർ പുറകിലേക്ക് പോയിട്ട് ആ ഒരു റാണിക്കത്ത് സിറ്റിയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ചുറ്റി വളഞ്ഞ് ഹൽദ്വാനി ആ സൈഡ് നൈനിറ്റാളൊക്കെ ഫ്ലഡഡ് ആയിട്ട് നിൽക്കുവാണ്. അവിടെ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടായിട്ട് പിന്നെ പാലവും ഇതൊക്കെ ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു വഴിയും നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഇത്രയും അടുത്ത് രാംനഗറിന്റെ അടുത്ത് എത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ചങ്ങ് ക്രോസ് ചെയ്ത് എന്തോ ദൈവം സഹായിച്ചിട്ട് ഒന്നും പ്രശ്നമില്ലാണ്ട് നമ്മൾ ഇപ്പോൾ രാംനഗറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത്രയും സ്കാരിയസ്റ്റ് മൊമെന്റ് എന്ന് പറയാം. ഒരുപാട് പേടിച്ചു പോയി. കാരണം ഒന്നും വേറെ ഒരു 10 സെക്കൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. കുറച്ച് റിലാക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പെട്ടുപോയതാണ് നമ്മൾ ഒന്നും എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ ഇതൊരു മഴയിലാണ് എല്ലാ സംഭവങ്ങളും മാറിയത്. ഒരുപാട് പിന്നെ ക്യാൻസലേഷൻസ്, അതായത് ട്രിപ്പ്, അതുപോലെ നമ്മൾ ജംഗിൾ സഫാരി എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കുറേ പൈസേൻ്റെ നഷ്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ യാത്രകൾ. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഷജീറിൻ്റെ കൂടെയുള്ള ഈ ഒരു റൗണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പം അടുത്ത തവണ വരുമ്പോൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ സീരീസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ലൊക്കേഷനിൽ എപ്പോഴും പോകുമ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതിലൂടെ എല്ലാവർക്കും ഗുഡ് ബൈ.